ഭഗവതിയുടെ ചൈതന്യത്തെ ശരീരത്തിലേക്ക് ആവേശിക്കപ്പെടുന്ന ഒരു ഉപാധി മാത്രമാണ്. ആ സമയത്ത് മനസ്സിൽ ഒന്ന് മാത്രമേ ഉണ്ടാവൂ. ഏത് ദേവതയാണോ കെട്ടിയാടുന്നത് അത് മാത്രമേ ഉണ്ടാവുള്ളൂ. മറ്റൊരു ചിന്തയിലേക്ക് പോയാൽ നമ്മൾ ഇതിനോട് കാണിക്കുന്ന നീതികേടായിപ്പോൾ. ശ്മശാനം എന്ന് പറയുമ്പോൾ എല്ലാവരും പോവാൻ ഭയപ്പെടുന്ന ഒരു സ്ഥലമാണ്. ആ ഒരു ശ്മശാന ഭൂമികയിൽ തെയ്യമായി മാറുമ്പോൾ ദൈവമായി മാറുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭൂതി എങ്ങനെയാണ്? ആ പുണ്യഭൂമിയിലേക്ക് പ്രവേശിക്കുന്നതോടെ തന്നെ നമ്മളുടെ ഉള്ളിൽ ഒരിക്കലും അതൊരു ശ്മശാനമായി കാണാൻ കഴിയും. ഈ അനുഭവ സാക്ഷാത്കാരത്തിന്റെ ഭാഗമായിട്ടാണ് കളിയാട്ടുന്നത്. അരുളപ്പാട് നൽകുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു മാനസിക അവസ്ഥ. ദൈവം അവരുടെ പ്രയാസങ്ങൾ അവരോട് പറയുകയും അതിന് പരിഹാരം നിർദ്ദേശിക്കുകയും വരുന്ന വർഷം നിറഞ്ഞ മനസ്സോടെ പൂർണ്ണ സംതൃപ്തിയോടെ ആ ഭഗവതിയുടെ മുന്നിൽ വന്ന് നിന്ന് ഭഗവതിയുടെ കൈപിടിക്കുമ്പോൾ അപ്പോഴാണ് നമുക്ക് ശരിയായ രീതിയിൽ ഭഗവതിയുടെ മിത്ത് മനസ്സിലാവും. അന്ന് എന്റെ മേലയോളത്ത് ചക്കിയമ്മയുടെ മുടിഞ്ഞാറ്റകത്ത് ജനിച്ചു വെച്ചിരിക്കുന്നതായിരിക്കുന്ന മുക്കുറ്റി കള്ളും ഒന്നായരാക്കും ഞാൻ മനസ്സ് വന്നു പോലെ. എനിക്ക് 1000 വട്ടം അറിയാം, താൻ അതിനെ ഭജിച്ചാൽ അത് തന്നെ ഭജിക്കും. അവൻ അത്ര കണ്ട് ഈശ്വരനിലേക്ക് അടുക്കുന്നുവോ അത്ര കണ്ട് അവനെ ദൈവം പരിപാലിക്കും. തീച്ചാമുണ്ടിയൊക്കെ കെട്ടിയാടുമ്പോൾ കണ്ണനിലേക്കൊക്കെ പോകുന്ന സമയത്തൊക്കെ കാണുന്ന അച്ഛൻ എന്ന നിലയിലുള്ള ഒരു വികാരം ഉണ്ടോ? ഇത്രയും കാലഘട്ടത്തെ അനുഭവ പരിജ്ഞാനമുള്ള ഞാൻ അതിനകത്ത് ഭയപ്പെട്ടു പോയാൽ പിന്നെ തീർന്നില്ല. ഇപ്പൊ ഐവർമഠം പോലെയുള്ള മഹാശ്മശാനത്ത് ചുടലഭദ്രകാളി തെയ്യം കെട്ടാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. എങ്ങനെയാണ് ഐവർമഠത്തിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ശ്മശാന ഭൂമികയിൽ തെയ്യമായി മാറുമ്പോൾ അല്ലെങ്കിൽ ദൈവമായി മാറുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭൂതി എങ്ങനെയാണ്? ഐവർമഠം ശ്മശാനം എന്ന് പറഞ്ഞാൽ വടക്കേ മലബാർ കഴിഞ്ഞാൽ പൂർണ്ണ അനുഷ്ഠാനത്തോടു കൂടി കളിയാട്ടം നടക്കുന്ന ഒരു പ്രധാന സങ്കേതമാണ് ഐവർമഠം മഹാശ്മശാനം. ഈ ഐവർമഠം മഹാശ്മശാനത്തിൽ മുന്നേ പൂർവികമായ ദൈവജ്ഞന്മാർ അവിടെ ദേവപ്രശ്നം ചിന്തിച്ച് അവിടെ ദേവതാ സാന്നിധ്യം കണ്ടെത്തി. അവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത കളിയാട്ടത്തിന് ശേഷവും കളിയാട്ടത്തിന് മുന്നേയും ദൈവഹിതം അറിഞ്ഞ് മാത്രമാണ് അവിടുത്തെ കാര്യങ്ങൾ നീങ്ങുന്നത്. കളിയാട്ടത്തിന് മുന്നേ ഏതൊക്കെ ദേവതാരൂപങ്ങളാണ് കെട്ടിയാടേണ്ടത് എന്നും അതുപോലെ തന്നെ കളിയാട്ട ശേഷം ദേവന്മാർക്ക് എന്തെങ്കിലും അനിഷ്ടതയോ ഇഷ്ടാനിഷ്ടങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ഒരു മഹാസങ്കേതമാണ് ഐവർമഠം മഹാശ്മശാനം. അവിടെ പൂർണ്ണ അനുഷ്ഠാനത്തോടുകൂടി ആചാരവിധേയമായിട്ടാണ് അവിടെ കാര്യങ്ങൾ നടക്കുന്നത്. അതിലപ്പുറം ആ മഹാശ്മശാനത്തിൽ, ശ്മശാനം എന്ന് പറയുമ്പോൾ എല്ലാവരും പോവാൻ ഭയപ്പെടുന്ന ഒരു സ്ഥലമാണല്ലോ. ചെറിയ പിഞ്ചു മക്കൾ മുതൽ പ്രായമായ ആളുകൾ വരെ ആഭാലവൃദ്ധം ജനങ്ങളും സ്ത്രീകളും കുട്ടികളും സർവജനസന്നാഹത്തോടു കൂടിയിട്ട് ആ പുണ്യഭൂമിയിൽ വന്ന് ഈ ഭഗവതിയെ കാണാനുള്ളൊരു സന്മനസ് കാണിക്കുന്നുണ്ടെങ്കിൽ തീർത്തും ആ ഭഗവതി അത്ര കണ്ട് ചൈതന്യവത്താണെന്നുള്ളത് അതൊരു പരമമായ സത്യമാണ്. ഇപ്പോ നമുക്കറിയാം എത്രയോ മനുഷ്യർ അന്തിയുറങ്ങുന്ന മണ്ണാണ്. അവിടുത്തെ മൺതരികൾ എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ അതിലെല്ലാം ഓരോ ജീവനുകളുടെ തുടിപ്പുണ്ടായിരുന്നിരിക്കാം. അപ്പൊ അവിടെ ദൈവമായി മാറുന്ന സമയത്ത് വ്യക്തിപരമായി എങ്ങനെയാണ് ആ ഒരു മാനസികാവസ്ഥ എങ്ങനെയാണ്? ആ പുണ്യഭൂമിയിലേക്ക് പ്രവേശിക്കുന്നതോടെ തന്നെ നമ്മളുടെ ഉള്ളിൽ ഒരിക്കലും അതൊരു ശ്മശാനമായി കാണാൻ കഴിയില്ല. മഹാശ്മശാനത്തിൽ ഭഗവതിയുടെ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു പുണ്യസങ്കേതത്തിലേക്ക്, ഒരു മഹാക്ഷേത്രത്തിലേക്ക് കയറിപ്പോകുന്ന ഒരു അനുഭൂതിയാണ് നമുക്ക് അവിടെ ഉണ്ടാവാറ്. ഒരു തരത്തിലും ഒരു ശ്മശാനത്തിൻ്റെ യാതൊരു തരത്തിലുള്ള മൂകതയോ അന്ധകാരമോ നമുക്ക് അവിടെ കാണാൻ കഴിയാറില്ല. ഇപ്പൊ ഈ തെയ്യങ്ങള് അരുളപ്പാട് നൽകുന്ന സമയത്ത് ഉണ്ടാകുന്ന ആചാരങ്ങള് ആ സമയത്ത് ഉണ്ടാകുന്ന ഒരു മാനസികമായിട്ടുള്ള അവസ്ഥ അതെങ്ങനെയാണ്? ഈ ആനമതിപ്പാട് കഴിഞ്ഞ് ഇരിക്കുന്ന ഒരു സമയമാണ് അരുളപ്പാടുണ്ടാവുക. മുൻപ് സ്ഥാനം കഴിഞ്ഞു, അതുപോലെ സ്ഥാനികന്മാർ വന്നു ഭഗവതിയെ തൊഴുതു. പിന്നെ ഭക്തന്മാരെന്താവും ഭഗവതിയുടെ അനുഗ്രഹത്തിനായിട്ട് മുന്നിലേക്ക് വരും ദേവതാ ചൈതന്യത്തെ. ഈ വരുന്ന സാഹചര്യത്തിൽ അവരവരുടെ പ്രയാസങ്ങൾ അറിയാൻ ഒരു മനുഷ്യനാൽ അസാധ്യമാണല്ലോ. നമുക്ക് ഭൗതികമായിട്ട് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമല്ലേ ഉള്ളൂ. അവരുടെ പ്രയാസമേറിയിരിക്കുന്ന ഒരാൾ ദൈവത്തിൻ്റെ അടുത്ത് വന്ന് ദൈവത്തിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ തന്നെ ദൈവം അവരുടെ പ്രയാസങ്ങൾ അവരോട് പറയുകയും അതിന് പരിഹാരം നിർദ്ദേശിക്കുകയും
വരുന്ന വർഷം ഭഗവതി പറഞ്ഞ സമയത്ത് പിറ്റത്തെ വർഷത്തിലെ ഭഗവതിനെ കാണാൻ പറ്റും. അതെ. നിറഞ്ഞ മനസ്സോടെ പൂർണ്ണ സംതൃപ്തിയോടെ ആ ഭഗവതിയുടെ മുന്നിൽ വന്ന് നിന്ന് ഭഗവതിയുടെ കൈപിടിക്കുമ്പോൾ അപ്പോഴാണ് നമുക്ക് ശരിയായ രീതിയിൽ ഭഗവതിയുടെ മിത്ത് മനസ്സിലാവുക. അതൊരിക്കലും നമുക്ക് പഠിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ലല്ലോ. അല്ല. ഇന്നയാൾക്ക് ഇന്ന് പ്രയാസം ഉണ്ടാവും എന്ന് നമുക്ക് പഠിച്ച് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. അവരവരുടെ പ്രയാസങ്ങൾ, കാരണം നമ്മളെ സംബന്ധിച്ചിട്ട് പ്രത്യക്ഷ വിഷയ പരിഹാരമാണ് ഒരു തെയ്യം. നമുക്ക് ഏതൊരു വിഷയങ്ങളായാലും ഇന്ന പ്രയാസമുണ്ട് എന്ന് തെയ്യത്തോട് പറഞ്ഞാൽ അത് അപ്പം തന്നെ നടക്കുന്നതാണെങ്കിൽ കാലം വൈകാതെ അമ്മ അത് നടത്തിത്തരും എന്ന് പറയുമ്പോഴും പിറ്റേതേ വർഷം അത് നടന്നു കണ്ട് അമ്മയെ വന്ന് കാണുന്നതുമായ ഒരു സാഹചര്യം അത് തീർത്തും അമാനുഷികം തന്നെയാണ്. അതൊരിക്കലും പറഞ്ഞു പഠിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു വസ്തുതയല്ല. ഇപ്പൊ അങ്ങനെ അരുളപ്പാട് കൊടുത്തതിന് ശേഷം പിറ്റേ വർഷം ചെല്ലുന്ന സമയത്ത് വന്ന് കാണാറുണ്ടോ ഭക്തര്? എന്നിട്ട് അവരുടെ സങ്കടങ്ങൾ നിവർത്തിയതിന്റെ സന്തോഷങ്ങളൊക്കെ പങ്കുവെക്കാറുണ്ടോ? ഉണ്ടോ എന്ന് ചോദിക്കുന്നതിൽ അർത്ഥത്തിൽ അതേ ഉള്ളൂ. ഒരുപാട് 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 കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളുണ്ടാവുകയും ഇവിടെ തന്നെ നമുക്ക് ഒരു വർഷം നമ്മുടെ ഈ ക്ഷേത്രത്തിൽ ഒരു 4-5 കളിയാട്ടം പ്രാർത്ഥനയായി നടക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ അനുഭവ സാക്ഷാത്കാരത്തിൻ്റെ ഭാഗമായിട്ടാണ് കളിയാട്ടങ്ങളൊക്കെ നടത്താറ്. നമുക്ക് വ്യക്തി ജീവിതത്തിലുള്ള ഏറ്റവും വലിയ സന്തോഷം ഈ കളിയാട്ടങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ സ്വസ്ഥമായി നിൽക്കുന്ന സമയത്ത് ഒന്നുകിൽ കളിയാട്ടത്തിന് മുന്നേ അല്ലെങ്കിൽ കളിയാട്ടത്തിന് ശേഷം ആളുകൾ വന്നു കാണുകയും കഴിഞ്ഞ തവണ അമ്മയോടൊരു കാര്യം പറഞ്ഞിരുന്നു, അത് ഈ വർഷം അമ്മ നമുക്ക് നടത്തി തന്നു എന്ന് പറഞ്ഞിട്ട് നമ്മളെ വ്യക്തിപരമായി വന്നു കണ്ട് പറയുമ്പോഴുണ്ടാവുന്ന ഒരു ആത്മസംതൃപ്തി. കാരണം അതിൽ നമ്മൾ ഒരിക്കലും ഒരു ഭാഗവാക്കല്ല, നമ്മളൊരു ഉപാധി മാത്രമാണ്. ഭഗവതിയുടെ ചൈതന്യത്തെ ശരീരത്തിലേക്ക് ആവേശിക്കപ്പെടുന്ന ഒരു ഉപാധി മാത്രമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ ഒരു ഭാഗവാക്കിയല്ല, തീർത്തും ഭഗവതിയുടെ ലീലാവിലാസങ്ങൾ മാത്രമാണ്. ഇപ്പൊ നമുക്കറിയാം പരമ്പരാഗതമായി തലമുറകൾ കൈമാറി വന്ന ഒരു ആചാരമാണ് അല്ലെങ്കിൽ അനുഷ്ഠാനമാണ്. ആ സമയത്ത് ഇപ്പൊ അച്ഛനായാലും അല്ലെങ്കിൽ ഗുരുക്കന്മാരായാലും പറഞ്ഞു തന്ന ഏറ്റവും വലിയൊരു ഉപദേശം എന്തായിരിക്കും ഈ ഒരു ആചാരം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ? അതായത് നമുക്ക് ഈ തെയ്യത്തിൻ്റെ വളരെ ശ്രേഷ്ഠമായ ഒരു സാധനമാണ് തലപ്പാളി. തലപ്പാളി എന്ന് പറഞ്ഞാൽ അത് 21 കല്ലയാണ് അതിനുണ്ടാവുക. ഈ നെറ്റിയിൽ കെട്ടുന്ന സാധനമാണ് തലപ്പാളി. അത് 21 എന്ന് പറയുന്നത് 21 ഗുരുക്കന്മാരാണ് നമ്മളെ വിശ്വാസപ്രകാരം. അപ്പോൾ ഗുരുനില മറക്കാതിരിക്കുക നമ്മളെപ്പോഴും. അപ്പോൾ ഏതൊരു കോലധാരിയും ഒരു തെയ്യം കെട്ടുന്നതിൻ്റെ തൊട്ടു മുന്നോടിയായി ചെയ്യുന്ന പവിത്രമായൊരു ചടങ്ങാണ് വെച്ച് വന്നിക്കുക എന്ന് പറയുന്നത്. ഈ തലപ്പാളി വെച്ച് 3 വെത്തിലയും 3 കഷ്ണടയ്ക്കും ഒരു നിവേദ്യവും വെച്ച് അവിടെ നമസ്കരിച്ചതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യുള്ളൂ, തെയ്യത്തിൻ്റെ പ്രാഥമിക ഘട്ടങ്ങൾ ആരംഭിക്കും. അപ്പോൾ ഗുരുനില മറക്കാതിരിക്കുക, വർജിക്കേണ്ടത് വർജിക്കുക, എന്നാലേ നമുക്ക് എന്താവുള്ളൂ, വർദ്ധിക്കേണ്ടത് വർദ്ധിക്കും. വിനയം അത് എത്രത്തോളം നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റുമോ അത്ര കണ്ട് നമ്മൾ സ്വായത്തമാക്കുക. ഇപ്പോൾ തിരശ്ശീലയ്ക്കും പിന്നിൽ അല്ലെങ്കിൽ അണിയറയിൽ ഇരുന്ന തെയ്യക്കോലം കിട്ടുന്ന സമയത്ത് ആ ഒരു സമയത്ത് മനസ്സിലൂടെ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാവാറുണ്ട്? ആ സമയത്ത് മനസ്സിൽ ഒന്ന് മാത്രമേ ഉണ്ടാവൂ, ഭഗവതി. ഏത് ദേവതയാണോ കെട്ടിയാടുന്നത് അത് മാത്രമേ ഉണ്ടാവുള്ളൂ, മറ്റൊരു ചിന്ത ഉണ്ടാവില്ല. മറ്റൊരു ചിന്തയിലേക്ക് പോയാൽ നമ്മൾ ഇതിനോട് കാണിക്കുന്ന നീതികേടായി പോകുന്നത്. അപ്പോൾ എപ്പോഴും, അതായത് നമ്മൾ ഇതിന് നിയോഗിക്കപ്പെട്ടത് മുതൽ ഇതിൻ്റെ ധ്യാനകർമ്മത്തിലേക്ക് മാറിയല്ലോ. പിന്നെ കളിയാട്ടത്തിന് കാവ് കയറിയാൽ ഈ ധ്യാനമന്ത്രം മാത്രമാണ് നമ്മളിങ്ങനെ. അപ്പോൾ ഒരിക്കലും നമുക്ക് മറ്റൊന്ന് ചിന്തിക്കാനുള്ളൊരു സന്ദർഭമോ സാഹചര്യമോ, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ടെൻഷനോ വേവിലാതിയോ അതൊന്നും ആയിരിക്കില്ല നമുക്ക്. നമ്മളുടെ ഉള്ളിൽ നമ്മളുടെ മനസ്സ് നിറയെ ആ ദേവതാരൂപം മാത്രമായിരിക്കും. അതിലേക്ക് സർവാത്മന നമ്മൾ എന്ത് ചെയ്യുന്ന ലയിച്ചുകൊണ്ടേയിരിക്കും. അതാണ് അതിൻ്റെ ഒരു അന്തർധാരയിലുള്ള തലം. ഇപ്പൊ തുലാമാസമായി കഴിഞ്ഞാൽ പിന്നെ കളിയാട്ടങ്ങളുടെ കാലമാണ്. ആ ഒരു സമയം നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഇടവേളകളില്ലാതെ കളിയാട്ടങ്ങൾ നടക്കാറുണ്ട്. അപ്പൊ ഉറക്കക്ഷീണം ബാധിക്കാറില്ലേ? അതൊരു ചോദ്യമാണോ എന്ന് ചോദിച്ചാൽ അപ്രസക്തമാണെന്നറിയാം. എന്നാലും ശാരീരികമായി അതിനെ എങ്ങനെയാണ് നേരിടുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, തെയ്യം കലാകാരന്മാർക്ക് അകാല മരണം വളരെ അപൂർവമാണ്. അപ്പോൾ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് ഇപ്പോൾ പഴയ കാലം തൊട്ട് നോക്കുകയാണെങ്കിൽ പോലും ഒരു സാമ്പത്തിക ഇച്ഛയോട് കൂടിയിട്ടല്ല കളിയാട്ടങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. കുലഞ്ച കുലധർമ്മം ച, നമ്മളെ കുലത്തിൻ്റെ ധർമ്മം അത് കൃത്യമായ രീതിയിൽ നമുക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ.
അതിന് മറ്റൊരാളെ നിർദ്ദേശിക്കാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇത് നമ്മളുടെ കർത്തവ്യമാണ്. അത് നമ്മൾ വളരെ കൃത്യമായ രീതിയിൽ എന്ത് ചെയ്യുക, അനുഷ്ഠിക്കുക. അപ്പോൾ അതിന് അവർ വേതനം ഇന്നത്തെ കാലഘട്ടത്തിൽ തരാതിരിക്കില്ല. പക്ഷേ വളരെ പിന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ വേതനമില്ലാതെ കളിയാട്ടം നടത്തിയിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്നൊന്നും അവർ ഇതിനെ മുറുകെ പിടിച്ചതിൻ്റെ പരമമായ സത്യം അതിനോടുള്ള ഒരു നീതിബോധം കൊണ്ട് മാത്രമായിരുന്നു. ഇത് നമ്മുടേതാണ്, നമ്മുടെ മാത്രമേ ഇത് ചെയ്യാനുള്ളൂ, അതുകൊണ്ട് നമ്മളിൽ അധിഷ്ഠിതമാണ് ഈ കർമ്മം. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഉത്സാഹമാണല്ലോ സന്നാഹം. നമ്മളിപ്പോൾ ഒരു തെയ്യം കഴിഞ്ഞു അടുത്ത ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ കഴിഞ്ഞ തെയ്യത്തിൻ്റെ ക്ഷീണം നന്നായിട്ട് നമുക്കുണ്ടാവും. പക്ഷേ പുതിയ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ അവരുടെ തുരുക്കി നമുക്ക് ഈ ക്ഷീണം കാണിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ അവിടെ എത്തുമ്പോൾ എന്തായിരിക്കണം, വളരെ പ്രസൻ്റ് ആയിരിക്കണം. അപ്പോൾ അത് നമുക്ക് അങ്ങനെ ആവും. കാരണം എന്താന്ന് പറഞ്ഞാൽ അതൊരു തരം ബാലാഭ്യാസ കാലം മുതലേയുള്ള ശീലമാവുമ്പോൾ എന്താവും, ആ ഒരു തുലാപ്പത്തിന് ശേഷം നമ്മൾ അറിയാതെ ഉണർന്നിരിക്കും. അതാണ്. ഇപ്പൊ മകൻ ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ അച്ഛൻ എന്ന നിലയിൽ അതിനെങ്ങനെ നോക്കിക്കാണുന്നു? അത് ഒരു ഒരു ആചാര്യൻ അല്ലെങ്കിൽ ഒരു ക്ഷേത്രാചാര്യൻ എന്നുള്ള നിലയ്ക്ക് നമ്മളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മഹാഭാഗ്യം എന്ന് പറയുന്നത് ഇത് കൊണ്ടു നടക്കാൻ പ്രാപ്തിയുള്ള ഒരു സൽസന്താനമാണ്. കാരണം ഞാനത്ര തന്നെ ഈ വിഷയങ്ങൾ കൈകാര്യം ചെയ്തിരുന്ന ആളാണെങ്കിലും എന്നോടുകൂടി അസ്തമിച്ചു പോയാൽ ആ പരമ്പര മുറിഞ്ഞല്ലോ. അത് കൃത്യമായ രീതിയിൽ കൊണ്ടു നടക്കാനും അതിനെ ആത്മാർപ്പണത്തോടുകൂടി ഈ ജനറേഷനിലും അത് മനസ്സിലാക്കാനും അതിലേക്ക് സ്വമേധയാ തയ്യാറാവാനും അദ്ദേഹം ഇപ്പോൾ കാശി അവിടെ മണികർണികയിൽ പൊട്ടന്തെയ്യം കെട്ടിയാടി, അതുപോലെ തന്നെ വട്ടിയാന്തോട് അമ്പലപ്പറമ്പ് ശ്രീശാസ്തപ്പൻ ക്ഷേത്രത്തിൽ തീച്ചാവണ്ടി കെട്ടിയാടിയാണ് അദ്ദേഹം പണിക്കരായത്. അപ്പോൾ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഇതിനോട് വളരെ ആത്മാർത്ഥമായി അതിനുവേണ്ടി പ്രയത്നിക്കുകയും അതുപോലെ തന്നെ പുഷ്കൽ വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ വളരെ നല്ല രീതിയിൽ അതിനോടുള്ള ആ ഒരു ഹൃദയബന്ധം വെച്ച് പുലർത്തുകയും എന്ത് ത്യാഗവും സഹിക്കാനുള്ള ഒരു സഹിഷ്ണുത മാനസികമായിട്ട് ഉണ്ടാവുകയും ചെയ്യുന്ന ആ മനസ്സിനെ, ആ മനസ്സ് കൊടുത്ത ദൈവത്തെ സർവാത്മന നമസ്കരിക്കുന്നു. കാരണം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മഹാഭാഗ്യമായിട്ട് ഞാൻ കാണുന്നത് ഇതൊക്കെ കൊണ്ടു നടക്കാൻ പ്രാപ്തിയുള്ള ഒരു സൽസന്താനം. അത് ഈശ്വര നിശ്ചയം. തീച്ചാമുണ്ടിയൊക്കെ കെട്ടിയാടുമ്പോൾ കണ്ണനിലേക്കൊക്കെ പോകുന്ന സമയത്തൊക്കെ അത് കാണുന്ന അച്ഛൻ എന്ന നിലയിലുള്ള ഒരു വികാരം ഉണ്ടോ? അതോ അവിടെയും നമുക്കറിയാം ദൈവമാണ് എന്ന് നമുക്കറിയാം, പക്ഷെ എന്നാലും നമുക്ക് ഉണ്ടാവുമല്ലോ നമ്മുടെ മകനാണ് എന്നുള്ളൊരു തോന്നല്. എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല. കാരണം തീച്ചാവണ്ടി തെയ്യം കെട്ടിയാടിക്കാൻ പുള്ളിയെ നിർദ്ദേശിച്ച സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാവുകയാണ് ചെയ്തത്. കാരണം എനിക്ക് 1000 വട്ടം അറിയാം താൻ അതിനെ ഭജിച്ചാൽ അത് തന്നെ ഭജിക്കും. അവൻ അത്ര കണ്ട് ഈശ്വരനിലേക്ക് അടുക്കുന്നുവോ അത്ര കണ്ട് അവനെ ദൈവം പരിപാലിക്കും. കാരണം ഇത്രയും കാലഘട്ടത്തെ അനുഭവ പരിജ്ഞാനമുള്ള ഞാൻ അതിനകത്ത് ഭയപ്പെട്ടു പോയാൽ പിന്നെ തീർന്നില്ല. അവൻ അത് ചെയ്യുമ്പോൾ അവൻ ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചതും, അതായത് ഒരു 10-200 ചില്ലറ കൈ ഈ മേലേരിയിൽ വീണിട്ടും എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ അതിൻ്റെ ഒപ്പത്തിനൊപ്പം നിന്ന് കാര്യങ്ങൾ വീക്ഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കാരണം എനിക്കറിയാം, കാരണം ഈശ്വരൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടാവും. കാരണം അത്ര കണ്ട് അർപ്പണ മനോഭാവവും നിഷ്ഠയും വളരെ കൃത്യമായ രീതിയിൽ പാലിച്ചുകൊണ്ട് തന്നെയാണ് ആ കളിയാട്ടം ചെയ്തത്. അതുകൊണ്ട് തന്നെ യാതൊരു തരത്തിലുള്ള എന്തെങ്കിലും ഒരു ഭയം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും നിർദ്ദേശിക്കില്ല. അപ്പോൾ അദ്ദേഹത്തെ കൊണ്ട് ചെയ്യിക്കണമെന്ന് ക്ഷേത്രേശന്മാർ വന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്കതിൽ അഭിമാനമാണ് തോന്നിയത്. കാരണം എൻ്റെ മോൻ അത്ര കണ്ട് വളർന്നല്ലോ. അവരുടെ വിശ്വാസം, അവർക്ക് വിശ്വാസം അർപ്പിക്കാൻ മാത്രം അദ്ദേഹം ആ നിലയിൽ വളർന്നു എന്നല്ലേ ഞാൻ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ എനിക്ക് അകമണിഞ്ഞ സന്തോഷവും സംതൃപ്തിയും മാത്രമായിരുന്നു. ഈ തെയ്യക്കോലമായി എത്തുമ്പോൾ ഒരുപാട് പേരുടെ ദുരിതങ്ങള് അല്ലെങ്കിൽ ഒരുപാട് പേരുടെ സന്തോഷങ്ങളെല്ലാം കേൾക്കാറുണ്ട്. പിന്നീട് ഓർമ്മകളിൽ ഇതുണ്ടാകാറുണ്ടോ? അത് മാനസികമായി ബാധിക്കാറുണ്ടോ? ഒരിക്കലുമില്ല. കാരണം ആ കളിയാട്ട സ്ഥലത്തെ തിരുമുടി അഴിക്കുന്നതോടുകൂടി എല്ലാം മാഞ്ഞുപോയി, ഒന്നുമില്ല. പിന്നെ സാധാരണയിൽ നിന്ന് സാധാരണയിലേക്ക് തിരിച്ചു വന്നു. അടുത്ത കളിയാട്ട സ്ഥലത്തെത്തുമ്പോൾ അടുത്ത ആളുകളായി.
അപ്പോൾ ഒരിക്കലും ഇത് നമ്മളെ മനസ്സിന് വ്യക്തിപരമായിട്ട് ചില ആളുകൾ പേഴ്സണലി കളിയാട്ടം വേദി ഒഴിയുന്ന സമയത്ത് വ്യക്തിപരമായിട്ട് വന്ന് കളിയാട്ടത്തിന് മുന്നെയോ പിന്നെയോ വന്ന് പറയുന്ന കാര്യങ്ങൾ അത് വല്ലാതെ മുറിവേൽക്കാറുണ്ട്. കാരണം ഇത്രയും വർഷമായിട്ട് നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികളുണ്ടായിട്ടില്ല, ഇവിടെ പ്രാർത്ഥിച്ചതിന് ശേഷം നമുക്കൊരു സന്താന ഭാഗ്യം ഉണ്ടായി, ആ കുട്ടിയെ അങ്ങ് എഴുത്തിനിരുത്തണം അല്ലെങ്കിൽ അങ്ങ് ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്ന് പറയുമ്പോൾ നമുക്കുള്ള ഒരു സംതൃപ്തി, നമുക്കിത് ചെയ്യാൻ കഴിഞ്ഞതിൻ്റെ പേരിൽ ഒരാൾക്കെങ്കിലും സന്തോഷവും സംതൃപ്തിയും നൽകാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതല്ലേ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മഹാഭാഗ്യം. ഞാൻ അങ്ങനെ കാണുന്നു. എന്തായാലും ഒരുപാട് സന്തോഷം കണ്ടതിലും സംസാരിക്കാൻ സാധിച്ചു. തീർച്ചയായും. നമസ്തേ.